കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. എനിക്ക് സുഖമാണ് കേട്ടോ. ഇന്നൊരു സിമ്പിൾ പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ. അപ്പം ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഉരുണ്ടിട്ടൊരു ബോട്ടിലാണ് കേട്ടോ. കുറേ നാളുകൊണ്ട് എൻ്റെ കയ്യിലിരുന്നൊരു ബോട്ടിൽ. നല്ല ഭംഗിയാണ് കാണാൻ, ഉരുണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇനാമൽ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനാമൽ പെയിൻറ്റ് ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് കൊടുത്താലും മതി. പക്ഷേ ഇനാമൽ പെയിൻറ്റ് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാട്ടോ, നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഷൈനിങ് ആണ് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അക്രിലിക് പെയിൻറ്റ് പെട്ടെന്ന് ഉണങ്ങും, ഇനാമൽ പെയിൻറ്റ് നല്ല സമയം എടുക്കും. ഒരു ദിവസം എന്തായാലും വെക്കണം ഉണങ്ങാനായിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഊളനൂലെടുക്കാം. അതും യെല്ലോ കളറിലെ ഊളനൂല്. അതെടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ചുറ്റിക്കൊടുക്കാം. കുറച്ച് ഭാഗം മതി കേട്ടോ, കുറച്ച് ഭാഗം ചുറ്റിക്കൊടുക്കാം. യെല്ലോ ബ്ലാക്ക് നല്ല കോമ്പിനേഷൻ അല്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ദേ എൻ്റെ കുട്ടിക്കുറുമ്പ് എനിക്ക് ഫെവിക്കോളുമായിട്ട് വന്നിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടി. അപ്പോൾ കുപ്പിയുടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ വുളനൂല് കുറച്ച് കട്ടിക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ച് മതിയേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വയ്ക്കാം. ഇപ്പോൾ പേപ്പർ ഫ്ലവറോ അതുപോലെ ചെറിയ ചെറിയ റിബൺ ഫ്ലവേഴ്സോ അതുപോലെ സ്റ്റോൺസോ ഒക്കെ വയ്ക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം, നല്ല ഭംഗിയാക്കാം കുപ്പി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഞാൻ കുറച്ചൊന്ന് എതിൽ കളഞ്ഞിട്ടുണ്ട്, 2 എണ്ണത്തിൻ്റെ. ഒരെണ്ണം വിടർത്തിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് കുറച്ച് സ്റ്റോൺസ് എടുക്കണം ഇതുപോലത്തെ, അതായത് ഈ 1 സൈഡ് സ്റ്റിക്കിങ് സ്റ്റോൺസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ വാങ്ങിച്ച അതിൻ്റെ പ്രൈസും ഒക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ മേടിക്കുന്ന ഷോപ്പ്, അതുപോലെ തന്നെ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, എൻ്റെ ലോകം, ഈ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടു. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, കണ്ടു നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഭംഗിക്ക് ഒട്ടിച്ച്. ഇത് നല്ല ഭംഗി കേട്ടോ ആ സ്റ്റിക്കർ കാണാൻ. ഈ ഹെയർ ക്ലിപ്സൊക്കെ ഇല്ലേ, അതിൽ റിബൺ ക്ലിപ്സൊക്കെ ഉണ്ട്, അതിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കേഴ്സാണിത്. നല്ല യെല്ലോ കളറായിട്ടോ, നല്ല ഷൈനിങ് ആണ് കാണാൻ. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് ഇതുപോലെ ഭംഗിയാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട്, നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സിമ്പിൾ ഐഡിയയാണ്, സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം, നല്ലൊരു ഭംഗിയാക്കി എടുക്കാം ഈ കുപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.